شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അല നബീന മുഹമ്മദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ മഹത്വമേറിയ രാവുകളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു നബിവചനം ഇപ്രകാരമാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മ അദ്റക്കന്നാസു മിൻ കലാമിൻ നുബുവ്വ അൽ ഊല ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നുബുവത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ ഭാഗമായി പ്രവാചകന്മാർക്കു നൽകപ്പെട്ട വചനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകം, ഒരു വചനം, നുബുവത്തിൻ്റെ ഭാഗമായി നൽകിയ ഒരു വഹയിൻ്റെ സന്ദേശം ഇതാണ്: ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ, നാണമില്ലെങ്കിൽ നീ തോന്നിയതുപോലെ പ്രവർത്തിക്കുക എന്നാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ആ സമൂഹത്തിന് നൽകേണ്ട ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് ലജ്ജയുള്ള ഒരു സമൂഹ സൃഷ്ടിക്കായി പ്രയത്നിക്കുക എന്നതാണ്. മനുഷ്യൻ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുകയും നാണിക്കേണ്ടിടത്ത് നാണം കാണിക്കുകയും നിർലജ്ജമായ സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുകയും മനുഷ്യൻ അവൻ്റെ പരിസരങ്ങളെ കണക്കിലെടുക്കുകയും ചെയ്യുക എന്ന വലിയൊരു സന്ദേശമാണ് നമ്മൾ ലജ്ജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളത്. ഇന്ന് പലപ്പോഴും ആധുനികതയുടെ പേരിൽ, മോഡേണിറ്റിയുടെ പേരിൽ, പുതുമകളുടെ പേരിൽ മനുഷ്യരുടെ ജീവിതത്തിലും പുതിയ തലമുറയുടെ പെരുമാറ്റങ്ങളിലുമൊക്കെ നിർലജ്ജമായ ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ സദാചാരമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ഇന്ന് അതിൻ്റെ പരിധിയിൽ വരാതെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ എത്രയോ അധികം കാണുന്നുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ, നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി ഒരു വിശ്വാസി ഉണ്ടാക്കിയെടുക്കേണ്ട, ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു പൗരൻ എന്ന നിലക്ക് നമ്മളൊക്കെ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നത്. എന്താണ്? അതൊരു സമൂഹം ലജ്ജയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് ഏറ്റവും മഹത്വമായ, ഏറ്റവും ബാലൻസ്ഡായ ഒരു കാഴ്ചപ്പാടും ഒരു സാമൂഹ്യ സാഹചര്യവും രൂപീകരിക്കാൻ സാധിക്കുന്നത്. അതിന് ഓരോരുത്തരും ആർക്കും എന്ത് തോന്നിയതും വിളിച്ചു പറയാൻ സാധിക്കുന്ന, എന്തും ആരെയെ പറ്റിയും സംസാരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു നല്ല ആരോഗ്യപരമായ ഒരു സാമൂഹ്യ സംവിധാനമല്ല അവിടെ ഉണ്ടാവുക. മറിച്ച് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഓരോ സ്ഥലത്തും ഉപയോഗിക്കേണ്ട പദാവലികൾ പോലും ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയെയോ പ്രസിഡൻറ്റിനെയോ, പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്യുന്ന നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ, ആദരണീയനായ അല്ലെങ്കിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി എന്ന മലയാളത്തിൽ നമ്മൾ അഭിസംബോധന ചെയ്യും. അവിടെ ഒരാൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയതുപോലെ പറയാൻ സാധിക്കുമോ? ഇല്ല. റെസ്പെക്റ്റഡ് എന്ന് നമ്മളൊരു കത്തിൽ, ഒഫീഷ്യൽ ലെറ്ററിൽ നമ്മൾ റെസ്പെക്റ്റഡ് ചെയർമാൻ, റെസ്പെക്റ്റഡ് മാനേജിങ് ഡയറക്ടർ എന്നൊക്കെ ഉപയോഗിക്കും. എന്തിനാണത്? അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഒരു താളാത്മകമായ നിലനിൽപ്പിന് ആവശ്യമാണ്. അവിടെ നമുക്കൊരു അങ്ങാടിയിൽ ഉപയോഗിക്കുന്ന, ഒരു ചന്തയിൽ ഉപയോഗിക്കുന്ന ഭാഷ, അത്തരം പെരുമാറ്റങ്ങളിൽ അപ്പോൾ ഒരു കോഡ് എപ്പോഴും ജീവിതത്തിലുണ്ടാകും. ഇപ്പോൾ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന പദാവലികൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുമില്ല, അത് സുരക്ഷാ ഭീഷണിക്ക് ത്രെട്ടായി നിൽക്കുന്ന വാക്കുകൾ. ഇപ്പോൾ ഒരാൾ വെറുതെ വിമാനത്താവളത്തിൽ പോയി ബോംബ് എന്ന് പറഞ്ഞാൽ
അയാളെ സെക്യൂരിറ്റി വിഭാഗം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ ആകെ പരിഭ്രാന്തി സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അയാൾ ഒരു വാചകം, ഒരു വാക്ക് ഒരു കാരണവുമില്ലാതെ പറഞ്ഞതായിരിക്കും. പക്ഷെ അത് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ചില നിയമാവലികളും ചില നിബന്ധനകളുമാണ്. ഇത് ജീവിതത്തിലും ഉണ്ടാകണമെന്നാണ് ഈ പറയുന്നത്. ജീവിതത്തിൽ നമുക്കൊരു ലജ്ജയും നാണവും ഒരു അഭിമാനബോധവും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പെരുമാറ്റങ്ങളും രൂപീകരിക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ, ഒരു വെൽത്തുള്ള ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിൽ നിന്ന് മാറി നിർലജ്ജമായി ഏതു ലൈംഗിക ചേഷ്ടകളും എവിടെയും പ്രകടിപ്പിക്കാവുന്ന രീതിയിലോ ഏത് രൂപത്തിലുള്ള വസ്ത്രധാരണവും നടത്തി സമൂഹത്തിലേക്ക് ഇറങ്ങുകയോ അതെല്ലാം എൻ്റെ അവകാശമാണ്, എൻ്റെ വ്യക്തിത്വമാണ് എന്നു പറഞ്ഞ് അതിനെയൊക്കെ ന്യായീകരിക്കാനും അതിനെയൊക്കെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ അതൊക്കെ എൻ്റെ അവകാശമാണെന്ന് പറയുന്നതിൽ നിന്ന് വിശ്വാസി മാറി നിൽക്കുകയും പ്രവാചകന്മാർക്ക് നൽകിയ സന്ദേശമാണ് ഒരു ലജ്ജയുള്ള സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ ആരോഗ്യമുള്ളൊരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് അതിൻ്റെ ഭാഗമായി നിൽക്കാൻ നമുക്കും സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.